ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 8-ാം അധ്യായം, ദേവി മാഹാത്മ്യത്തിലെ 8-ാം അധ്യായത്തിലെ രക്തബീജവധം എന്ന അധ്യായമാണ്. അതിൽ 15-16 ശ്ലോകങ്ങളോളം പഠിച്ചു കഴിഞ്ഞു. അതിൽ ദേവിയുടെ കൂടെ യുദ്ധം ചെയ്യാനായി ദേവന്മാരുടെയൊക്കെ ശക്തികളായി ഓരോ ദേവികൾ അവതരിച്ചു വരുന്നു. അങ്ങനെ 3 പേര് വന്നു കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ ശക്തിയായ ബ്രഹ്മാണിയും മാഹേശ്വരൻ്റെ ശക്തിയായ മാഹേശ്വരിയും കുമാരൻ്റെ ശക്തിയായ കൗമാരി ദേവിയും. ഇനി അങ്ങനെ ഓരോരുത്തർ വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമുക്ക് നോക്കാം 17 മുതൽ 22 വരെ. അഥ ശ്രീമദ് ദേവി മഹാത്മ്യേ അഷ്ടമോധ്യായേ ശ്ലോകങ്ങൾ 17 മുതൽ 22 വരെ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഹരി ഓം. അഥ ശ്രീമദ്ദേവി മാഹാത്മ്യ അഷ്ടമോധ്യായേ ശ്ലോകങ്ങൾ 17 മുതൽ 22 വരെ. ആദ്യത്തെ ശ്ലോകം വായിക്കാം. തഥൈവ വൈഷ്ണവീ ശക്തി ഗരുഡോപരി സംസ്ഥിത ശംഖചക്രഗദാശാർംഗഖഡ്ഗഹസ്താപ്യുപായയൗ. തഥാ ഏവ വൈഷ്ണവീ ശക്തി ഗരുഡോപരി സംസ്ഥിത ശംഖചക്രഗദാശാർംഗഖഡ്ഗഹസ്താഭി ഉപായയൗ. തഥാ ഏവ അപ്രകാരം. എപ്രകാരം? നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ആ 3 ദേവീശക്തികൾ എങ്ങനെയാണോ വന്നത് അതേപോലെ വൈഷ്ണവീ ശക്തി, വിഷ്ണുവിൻ്റെ ശക്തിയായ വൈഷ്ണവീ ദേവി, വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ മുകളിൽ, ഗരുഡോപരി, ഗരുഡഹ ഉപരി ഗരുഡോപരി, ഗരുഡൻ്റെ മുകളിൽ സംസ്ഥിതയായി ഇരിക്കുന്നവളായിട്ട് ശംഖ് ചക്രം ഗദ ശാർംഗം, അതായത് മഹാവിഷ്ണുവിൻ്റെ ആയുധങ്ങളായ ശംഖ് ചക്രം ഗദ ശാർംഗം എന്ന് പറഞ്ഞത് ഭഗവാന്റെ വില്ലാണ്. വില്ല്, ഖഡ്ഗം ഇവയൊക്കെ ധരിച്ചിരിക്കുന്ന ഹസ്താഭി കൈകളോടുകൂടി ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് ആയയൗ വന്നു ചേർന്നു. അപ്പം ആ ദേവീ ശക്തിയുടെ അടുത്തേക്ക് വിഷ്ണുവിൻ്റെ ശക്തിയായ വൈഷ്ണവീ ശക്തി, വൈഷ്ണവി ദേവിയും വന്നു ചേർന്നു. ശംഖ് ചക്രം ഗദ ഇതൊക്കെ. ഇപ്പം ശംഖ് ധരിച്ചവൾ എന്ന അർത്ഥത്തിൽ ശംഖിനി, ചക്രം ധരിച്ചവൾ എന്ന ഇതിൽ ചക്രിണി, ഗദ ധരിച്ചവൾ ഗദിനി, ശാർംഗം ധരിച്ചവൾ ശാർങ്കിണി, ഇങ്ങനെ പേര് വന്നു. ഇങ്ങനെയായി ദേവിമാർ. ഖഡ്ഗം ധരിച്ചവൾ ഖഡ്ഗിണി, ഇങ്ങനെ ഇതെല്ലാം ധരിച്ചവളായി ആ വൈഷ്ണവീ ശക്തിയായ വൈഷ്ണവീ ദേവിയും വന്നു ചേർന്നു യുദ്ധത്തിനായിക്കൊണ്ട്. തഥൈവ വൈഷ്ണവീ ശക്തി ഗരുഡോപരി സംസ്ഥിത
ശംഖചക്രഗദാശാർഗഖഡ്ഗഹസ്താഭ്യുപായയൗ. നേരത്തെ പറഞ്ഞ പോലെ വൈഷ്ണവീ ശക്തി ഗരുഡോപരി സംസ്ഥിതയായി ശംഖചക്രഗദാശാർഗ ഖഡ്ഗങ്ങളെ ധരിച്ച് അസുരന്മാരുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. ആയയൗ വന്നു ചേർന്നു. അടുത്ത ശ്ലോകം. യജ്ഞവാരാഹമതുലം രൂപം യാ വിഭ്രതോ ഹരേഹേ ശക്തി സാപ്യായയൗ തത്ര വാരാഹീം വിഭ്രതീതനൂം. യജ്ഞവാരാഹം അതുലം, യജ്ഞവാരാഹം ആയിട്ട്, അതുലം എന്ന് പറഞ്ഞാൽ തുലനമില്ലാത്തത്, അത് അളക്കാൻ പറ്റില്ല, തുലനം ചെയ്യാൻ ഒന്നിനോടും മറ്റൊന്നിനോടും ഉപമിക്കാനോ തുലനം ചെയ്യാനോ പറ്റുന്നില്ല. അങ്ങനെയുള്ള രൂപം യാ വിഭ്രതോ, യാതൊരുവളാണോ ധരിച്ചത്, ഹരേഹേ, ഹരിയുടെ രൂപമാണ്. മഹാവിഷ്ണു പണ്ട് യജ്ഞവരാഹ രൂപമായി അവതരിച്ച് ഓരോരോ കാര്യസാധ്യത്തിനായി മഹാവിഷ്ണു പല വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്, പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട്. അതിൽ ഒരവതാരമാണ് ഈ യജ്ഞവരാഹ രൂപം ധരിച്ച് മഹാവിഷ്ണു ഹരേഹേ ശക്തി, വിഷ്ണുവിൻ്റെ ശക്തിയായി അല്ലെങ്കിൽ ഹരിയുടെ ശക്തിയായി സാ അഭി ആയയൗ, അവളും വന്നു ചേർന്നു. തത്ര, അവിടെ വാരാഹീം, വാരാഹി എന്ന പേരോടുകൂടി വിഭ്രതീ തനു, വാരാഹി എന്ന തനുവിനെ ധരിച്ചുകൊണ്ട്, തനു എന്ന് പറഞ്ഞാൽ രൂപം, ശരീരം. അപ്പോൾ വാരാഹി രൂപം ധരിച്ച് വാരാഹി ദേവിയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. യജ്ഞവാരാഹമതുലം രൂപം യാ വിഭ്രതോ ഹരേഹേ ശക്തി സാപ്യായയൗ തത്ര വാരാഹി വിഭ്രതോ വിഭ്രതീം വാരാഹീം വിഭ്രതീ തനും. മറ്റൊന്നിനോടും തുല്യത പറയുവാനില്ലാത്ത യജ്ഞവാരാഹ രൂപം ധരിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ ശക്തി അതേ രൂപത്തെ ധരിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധമായി വന്നു ചേർന്നു. യുദ്ധത്തിന് റെഡിയായിട്ട് വാരാഹി രൂപിയും ആയ ആ ദേവിയും, വാരാഹി ദേവിയും വന്നു ചേർന്നു. അടുത്ത ശ്ലോകം. നാരസിംഹേ നൃസിംഹസ്യ വിഭ്രതി സദൃശം വപുഃ പ്രാപ്ത തത്ര സടാക്ഷേപ ക്ഷിപ്ത നക്ഷത്ര സംഗതി. നാരസിംഹി നൃസിംഹസ്യ വിഭ്രതി സദൃശം വപുഃ. നാരസിംഹി എന്നു പേരുള്ള ദേവി നരസിംഹത്തിൻ്റെ രൂപം ധരിച്ച് പ്രഹ്ലാദനെ രക്ഷിക്കാനായി ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ തൂണിൽ നിന്ന് അവതരിച്ച ആ നരസിംഹ രൂപത്തെ ധരിച്ച് നാരസിംഹി എന്ന ദേവി അതേ രൂപത്തോടുകൂടി സദൃശം, അതേ രൂപം ധരിച്ച് ശരീരത്തോടുകൂടി പ്രാപ്ത തത്ര, അവിടെ പ്രാപിച്ചു, അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ നരസിംഹത്തിൻ്റെ സടകൾ, ആ സട കുടഞ്ഞ് ആ സട കൊണ്ട് നക്ഷത്രക്കൂട്ടങ്ങളെ ഒക്കെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട്, നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവതരിച്ചു. നരസിംഹത്തിൻ്റെ രൂപം ധരിച്ച് സട കുടഞ്ഞ് നക്ഷത്രങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നാരസിംഹി ദേവിയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ 7 ശിവലിംഗം പോലെയുള്ള ലിംഗങ്ങൾ കാണാം. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ശ്രീകോവിലിൻ്റെ പുറകിൽ സപ്തമാതൃക്കളുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ മിക്കവാറും വലിയ അമ്പലങ്ങളിലൊക്കെ സപ്തമാതൃക്കളുടെ ഇത് കാണാം. ആ 7 ദേവിമാരെയാണ് ഇവിടെ ഈ പറഞ്ഞ. അപ്പം ഇവിടെ നരസിംഹ രൂപവും നാരസിംഹി നരസിംഹസ്യ വിപ്രതി സദൃശം വപുഃ
പ്രാപ്ത തത്ര സടാക്ഷേപാക്ഷിപ്ത നക്ഷത്ര സംഗതി. സടാക്ഷേപം ചെയ്ത് ക്ഷിപ്തം ഛിന്ന ഭിന്നമാക്കുക എന്നർത്ഥം. നക്ഷത്ര സംഗതി നക്ഷത്രക്കൂട്ടങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് എന്നർത്ഥം. മഹാവിഷ്ണുവിൻ്റെ നരസിംഹരൂപത്തെ ധരിച്ചതായ ശക്തി അതേ രൂപം കൈക്കൊണ്ട് കോപാവിഷ്ടയായി, ഓൾറെഡി കോപമാണ് അല്ലേ നരസിംഹത്തിന്, കോപത്തോടു കൂടി ഹിരണ്യകശിപുവിനോടുള്ള കോപത്തോടു കൂടിയാണ് അവതരിച്ചത്. സടാക്ഷേപം കൊണ്ട് ചിതറിക്കപ്പെട്ട നക്ഷത്ര കൂട്ടത്തോടു കൂടിയവളായിട്ട് യുദ്ധസന്നദ്ധയായ ദേവിയുടെ സഹായത്തിനായി എത്തി. ഇപ്പോൾ ഓൾറെഡി ഉള്ള ആ ദേവിയുടെ കൂടെ ഈ ദേവിയും കൂടി വന്നു ചേർന്നു. അടുത്ത ശ്ലോകം. വജ്രഹസ്ത തഥൈവ ഇന്ദ്രീ വജ്രം എന്ന ആയുധം കയ്യിൽ പിടിച്ച് തഥാ അപ്രകാരം ഐന്ദ്രി ഇന്ദ്രൻ്റെ ശക്തിയായ ഐന്ദ്രീ ദേവി ഗജരാജോപരിസ്ഥിത ഇന്ദ്രൻ്റെ വാഹനമായ ഐരാവതം എന്ന ആനയുടെ മുകളിൽ കയറി സഹസ്രനയനാ പ്രാപ്ത 1000 കണ്ണുകളോടുകൂടി പ്രാപിച്ചു. യഥാ ശക്രസ്തൈവസ എപ്രകാരമാണോ ശക്രൻ അപ്രകാരം. ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. ഇന്ദ്രൻ എപ്രകാരമാണോ അപ്രകാരം 1000 കണ്ണുകളോടുകൂടിയ വജ്രമൊക്കെ കയ്യിൽ പിടിച്ച ആ ഇന്ദ്രശക്തിയായ ദേവി ഐന്ദ്രീ ദേവി ഐരാവതം എന്ന ആനയുടെ മുകളിൽ കയറി പ്രത്യക്ഷപ്പെട്ടു. വജ്രഹസ്ത തഥൈവ ഇന്ദ്രീ പ്രാപ്ത സഹസ്രനയന അല്ല വജ്രഹസ്ത തഥാ വൈന്ദ്രീ ഗജര ഐന്ദ്രീ എന്നും തഥാ ച ഐന്ദ്രീ എന്നുമുണ്ട്. അപ്പോൾ ആ ദേവിയോടും കൂടി എന്നാണ്. ആ ച വന്നാലും തെറ്റൊന്നുമില്ല. വജ്രഹസ്ത തഥാ വൈന്ദ്രീ അല്ലെങ്കിൽ തഥാ ച ഇന്ദ്രീ ഗജരാജോപരിസ്ഥിത പ്രാപ്ത സഹസ്രനയന യഥാ ശക്രസ്തൈവ സ വജ്രമാകുന്ന ആയുധം കയ്യിലേന്തിയ ഐരാവതം എന്ന ആനയുടെ പുറത്ത് കയറി 1000 കണ്ണുകളോടുകൂടി ഇന്ദ്രനെ പോലെ തന്നെ ശോഭിക്കുന്ന ഇന്ദ്രശക്തിയായ ആ ശക്തിയും ഇന്ദ്രാണി അല്ലെങ്കിൽ ഐന്ദ്രീ ശക്തി ആ ദേവിയും അവിടെ വന്നു ചേർന്നു യുദ്ധഭൂമിയിൽ. അടുത്ത ഇത് തതപരിവൃതസ്ഥാഭിഹി ഈശാനോ ദേവശക്തിഭിഹി ഹന്യന്താം അസുരാശീഘ്രം മമ പ്രീത്യാഹ ചണ്ഡികാം. തതഃ അനന്തരം ഈശാനോ ദേവശക്തിഭിഹി പരിവൃതസ്ഥാഭിഹി ദേവന്മാരോടുകൂടി ഈശാനൻ അതായത് പരമശിവൻ അസുരന്മാരെ വേഗം കൊല്ലൂ, ശീഘ്രം ഹന്യന്താം വേഗം കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അസുരന്മാരെയൊക്കെ വേഗം കൊല്ലൂ അല്ലെങ്കിൽ കൊല്ലപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരോട് പറഞ്ഞു? പ്രീതി ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞ ആരോടാ പറഞ്ഞ? ചണ്ഡികാം ചണ്ഡികയോട് പറഞ്ഞു. തതപരിവൃതസ്ഥാഭിഹി ഈശാനോ ദേവശക്തിഭിഹി ഹന്യന്താം അസുരാശീഘ്രം മമ പ്രീത്യാഹ ചണ്ഡികാം. അതായത് അനന്തരം ദേവശക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈശാനശക്തി അതായത് വീരഭദ്രമൂർത്തി ദേവീ സമീപത്തിൽ ചെന്ന് പുറപ്പെട്ടാലും അസുരന്മാരെ വേഗം കൊന്നൊടുക്കിയാലും എന്ന് ഇങ്ങനെ പറഞ്ഞു. അടുത്ത ശ്ലോകം. തതോ ദേവി ശരീരാത്തു വിനിഷ്ക്രാന്താതിഭീഷണ ചണ്ഡികാ ശക്തിരത്യുഗ്ര ശിവാശതനിനാദിനി. തതഃ അനന്തരം ദേവീ ശരീരാത് തു ദേവീ ശരീരത്തിൽ നിന്ന് വിനിഷ്ക്രാന്ത നിഷ്ക്രമിച്ചു. വിശേഷേണ നിഷ്ക്രമിക്കുന്നതിനെ വിനിഷ്ക്രാന്ത എന്ന് പറഞ്ഞു.
നിഷ്ക്രമിച്ചു. അതിഭീഷണ, ഭയങ്കര ഭീഷണയായ രൂപത്തോടുകൂടി ചണ്ഡികാശക്തി അത്യുഗ്ര, ഉഗ്രമായ ചണ്ഡികാശക്തി അവതരിച്ചു. എങ്ങനെ? ശിവാശതനിനാദിനി. ഒരു ആ ശക്തി അവതരിച്ചപ്പോൾ അനേകം, ശിവ എന്നിവിടെ പറഞ്ഞത് കുറുനരിയെയാണ്. കുറുനരി, അതിലും പെൺകുറുനരി, അതിനെയാണ് ശിവ എന്ന് പറഞ്ഞത്. അല്ലാതെ ശിവനും വേറെ നമ്മുടെ ശിവമംഗളമൊന്നുമല്ല. കുറുക്കന്മാർ, പെൺകുറുക്കന്മാരുടെ ഓലി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ വലിയ ശബ്ദം കേട്ടു. കുറുനരികളൊക്കെ 100 കുറുനരികൾ ഒന്നിച്ചൊച്ചയിടുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേട്ടു. ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു അപശബ്ദങ്ങളുണ്ടായി എന്ന്. അസുരന്മാർക്ക് സൂചന കൊടുക്കുന്നതാണ്. ദുസൂചന. തതോ ദേവി ശരീരത്തോ വിനിഷ്കാന്താതിഭീഷണ ചണ്ഡികാശക്തിരത്യുഗ്ര ശിവാശതനിനാദിനി. അനന്തരം ദേവീ ശരീരത്തിൽ നിന്ന് അതിഭീഷണയും അത്യുഗ്രയുമായി ചണ്ഡികാശക്തി അവതരിച്ചു. അപ്പോൾ അനേകം കുറുനരികൾ ഓരിയിട്ടു. ഓരിയിട്ടു എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കി എന്നർത്ഥം. ഇത്രയും മതി. ഇതൊരു പ്രാവശ്യവും കൂടി വായിക്കാം. അപ്പോൾ സപ്തമാതൃക്കൾ 7 ദേവിമാരും വന്നു, ചണ്ഡികയും ചാമുണ്ടയും. ഇനി ഒരു ദേവിയും കൂടെ ശിവദൂതി വരാനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി അസുരന്മാരെ കൊല്ലുന്ന എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ് കൊണ്ട് തീരില്ല, 2-3 ക്ലാസ് കൊണ്ടുകൂടെ തീരുള്ളൂ. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. തഥൈവ വൈഷ്ണവീ ശക്തി ഗരുഡോപരി സംസ്ഥിത ശംഖചക്രഗദാ ശാർഗ ഖഡ്ഗഹസ്താഭിവായയൗ. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, ആയയു എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു. യജ്ഞവാരാഹമതുലം രൂപം യാ വിഭ്രതോ ഹരേഹേ ശക്തി സാപ്യായയൗ തത്ര വാരാഹീം വിഭ്രതീതനും നാരസിംഹി നൃസിംഹസ്യ വിഭ്രതി സദൃശം വപുഹോ പ്രാപ്ത തത്ര സടാക്ഷേപ ക്ഷിപ്ത നക്ഷത്ര സംഹതി. ഒറ്റപ്പതാണത്. സടാക്ഷേപ ക്ഷിപ്ത നക്ഷത്ര സംഹതി. വജ്രഹസ്ത തഥൈവ ഇന്ദ്രീ ഗജരാജോപരി സ്ഥിത പ്രാപ്ത സഹസ്രനയന യഥാ ശക്രസ്തഥൈവ സാം തതപരിവൃതസ്ഥാഭിഃ ഈശാനോ ദേവശക്തിഭിഃ ഹന്യന്താം അസുരാ ശീഘ്രം മമ പ്രീത്യാഹ ചണ്ഡികാം. തതോ ദേവി ശരീരാത് തു, ശരീരത്തിൽ നിന്നാകട്ടെ എന്നർത്ഥം. വിനിഷ്കാന്താതിഭീഷണ ചണ്ഡികാശക്തിരത്യുഗ്ര. ചണ്ഡികാശക്തി അതി ഉഗ്ര അത്യുഗ്ര ശിവാശതനിനാദിനി. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയും. സകലം ദേവ്യാർപ്പണമസ്തു. അമ്മേ അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയാ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി.